മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഹിന്ദു സാധു പരിഷത്ത് അധ്യക്ഷൻ സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി. തിരുപ്പതിയിൽ നിയമിച്ച ചെയർമാൻ അടക്കമുള്ള ജീവനക്കാർ അഹിന്ദുക്കളായിരുന്നെന്നും സ്വാമി ശ്രീനിവാസാനന്ദ സരസ്വതി പറഞ്ഞു. തിരുപ്പതി ക്ഷേത്രത്തെ കച്ചവട സ്ഥാപനമായാണ് വൈഎസ്ആർ കോൺഗ്രസ് കണ്ടതെന്നും ആന്ധ്രാപ്രദേശ് ഹിന്ദു സാധു പരിഷത്ത്. So he never believed in Hinduism. He has no belief on Hindus. That's why he appointed chairmen as Christian chairmen. Karunakar Reddy, Y. Subba Reddy, Dharma Reddy. Like this, he appointed the Christian employees, AEOs, JEOs, superintendents, like that. So whenever the other religion persons are doing jobs in Tirumala, they have no faith and belief on Venkateshwara. That's why they always saw the Lord Venkateshwara is only a business purpose. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഹിന്ദു സാധു പരിഷത്ത് പറയുന്നത് അഹിന്ദുക്കളെ നിയമിച്ച് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്താൻ ബോധപൂർവം നടത്തിയ ഒരു നടപടിയാണ് വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണല്ലേ അവരുടെ പരാമർശം? ദിവ്യ, കാലാകാലങ്ങളായി ഹൈന്ദവ സംഘടനകൾ ഇതേ ആരോപണം തന്നെ ഉയർത്തിയാണ്. തിരുപ്പതി ദേവസ്ഥാനത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ചില ക്രിസ്തീയ സംഘടനകളുടെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വിഭാഗം ക്രിസ്തീയ മതപരിവർത്തനം ഈ ക്ഷേത്ര തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരം ആരോപണവുമായി ഇപ്പോൾ ഈ ഹിന്ദു സാധു പരിഷത്ത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സന്യാസി സമൂഹം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ചൂണ്ടിക്കാട്ടുന്നത് ജഗൻമോഹൻ റെഡ്ഡി അവിടെ ഈ ക്ഷേത്രത്തെ അല്ലെങ്കിൽ വൈഎസ്ആർ കോൺഗ്രസും ജഗൻമോഹൻ റെഡ്ഡിയും തിരുപ്പതി ദേവസ്ഥാനത്തെ കേവലം കച്ചവട സ്ഥാപനമായി മാത്രമാണ് കാണുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയോ ഭക്തിയോ ആ ക്ഷേത്രത്തിനോടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വൈഎസ്ആർ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ തിരുപ്പതി ക്ഷേത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സാധു സന്യാസിമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അവർ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ ഈ തിരുപ്പതി ദേവസ്ഥാനം ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തിരുപ്പതി ലഡു വിവാദത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് സന്യാസി സമൂഹത്തിന്റെ നിലപാട്. മാത്രമല്ല, നേരത്തെ തന്നെ അവർ ആവശ്യപ്പെട്ടിരുന്നത് വിശ്വാസികളിലേക്ക് ക്ഷേത്രങ്ങളുടെ പരിപാലന ചുമതല, ഭരണ ചുമതല എത്തണമെന്നുള്ളതാണ്. അതിന് പ്രത്യേക സമിതി വേണമെന്നടക്കം അവർ ആവശ്യപ്പെടുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഹിന്ദു സന്യാസി സമൂഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ തിരുപ്പതി ദേവസ്ഥാനത്തെ ഒരു ക്രിസ്തീയ വിഭാഗം പ്രത്യേകമായി അവിടെ ചില മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നു, അതിലൂടെ അല്ലെങ്കിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അവിടെ ചെയർമാനും ജീവനക്കാരും അടക്കമുള്ളവർ ഒരു സമയത്ത് ക്രിസ്ത്യാനികളായിരുന്നു. അങ്ങനെ അവിടെ കൂടുതലായി ക്രിസ്ത്യൻ ജീവനക്കാരെ നിയമിച്ചു. അവിടെ വരുന്ന ഭക്തജനങ്ങളെ പോലും മതം മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അവിടെ ലഘുലേഖകളും മറ്റും വിതരണം ചെയ്യുക, അതേപോലെ തന്നെ അവിടെ എത്തുന്ന ഭക്തരെ മറ്റ് ക്രിസ്തീയ ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുക തുടങ്ങി അവിടുത്തെ ജീവനക്കാർ തന്നെ ഇത്തരം പ്രവർത്തികൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടിപ്പെടുന്നത്. ഇപ്പോൾ സന്യാസിമാരും അതേ ആക്ഷേപം തന്നെയാണ് ഉയർത്തുന്നത്. ദേവി, എസ് നന്ദഗോപനാണ് വിശദ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേർന്നത്.